തിരക്കായോ? വെയിറ്റ് ചെയ്യാൻ വയ്യാണ്ടായി തോന്നല്ലോ. പിന്നെ അല്ലാതെ ആകാംക്ഷ ഇപ്പൊ തന്നെ ആവും. നമുക്ക് ശിവനെയും കൂടെ ഉച്ചക്കത്തേക്ക് ഉണ്ണാൻ വിളിക്കായിരുന്നല്ലേ? ഓ എന്തിനാ, മാമ ഭയങ്കര തിരക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ കണ്ണാ? ആണോ? നിന്റെ അമ്മ എവിടെ പോയി? സിമോശം കൊണ്ടെടുത്തിരിക്കുകയാണോ അമ്മ? അമ്മ ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണേ, കഴിക്കാൻ വേറെ എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടോ? എന്തിന്? ഈ ഒരൊറ്റ കറിയേ 3 കറിയുടെ ഗുണം ചെയ്യും. ആ 3 കറികൾ ഏതൊക്കെയാ അമ്മ? പോച്ചേ, അവള് കിന്നരിക്കാൻ വന്നിരിക്കുന്ന. അല്ല, ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചാ. മീൻകറി ഉണ്ടാക്കിയടി കൊച്ചേ? ഇല്ല മുത്തശ്ശി, അമ്മയുടെ മപ്പാസ് ചെയ്ത് 3 കറികളുടെ ഗുണം ചെയ്യുമെന്നൊക്കെ പറയുന്നത്. എവിടെ? കുറെ നേരമായിട്ട് കണ്ടില്ല അമ്മ. അല്ലെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അച്ഛമ്മ, ഈ ഒരൊറ്റ കറി മതി. സൂപ്പറാ. നീ ഉണ്ടാക്കുന്ന കറികളൊക്കെ സൂപ്പറാ. പക്ഷെ ഈ മത്താപ്പെന്ന് പറയുന്ന സാധനം ആയി വയ്ക്കാൻ കൊള്ളത്തില്ല. മപ്പാസ് അല്ല, മത്താസ് അല്ല, മപ്പാസ്. മത്താപ്പ്. ആ മത്താപ്പങ്ങി. ഈ മപ്പാസ് കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ മപ്പാസ് കൊള്ളത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ. അല്ലാതെ ആരാ പറയുന്നേ? പിള്ളേരെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടമ്മ. നീ പിള്ളേരെയൊന്നും വിളിക്കണ്ട. ഇവിടെ ഈ ഉള്ള ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല ഈ സാധനം. ഇത് സൂപ്പറാന്ന് ഉത്തോണം പറഞ്ഞായിരുന്നല്ലോ. എടി, അത് നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ അമ്മേ. ഉള്ളതാണോ അച്ഛമ്മ? ആ, നീ എവിടെ പോണി? എനിക്ക് ഉത്തോനോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാൻ? സംസാരിക്കാനുണ്ട്. എന്താ പരിപാടി? ഈ അച്ഛമ്മ പറഞ്ഞു എന്റെ ചിക്കൻ മപ്പാസ് വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന്. അച്ഛമ്മ അങ്ങനെ പറഞ്ഞു അച്ഛമ്മ? പിന്നെ അല്ലാതെ എന്താ പറയേ? ഉള്ളതാണോടി? എനിക്കൊന്നും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നാത്തു. നിനക്കോടാ? എന്ത് ചോദ്യം കിളി ചോദിക്കുന്നേ? അതിന്റെ രുചി ആണ്ടെ നാക്കിന് തുമ്പത്തൊന്നും പോയില്ല. കണ്ടാ? എന്നിട്ട് ഉത്തോണൻ എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞാണല്ലോ അച്ഛമ്മ പറയുന്നത്. നിങ്ങൾ എന്തിനു പിള്ളേരെ വീണ്ടും വീണ്ടും നുണ പറയുന്നേ? ഇല്ല, ഞാൻ എന്തായാലും ഉത്തോണനോട് ചോദിച്ചിട്ട് ഉള്ളു കാര്യം. നാത്തു നിക്ക് പറയട്ടെ. നാത്തു അത് പോട്ടെ. എന്തൊക്കെ അനുഭവിക്കണോ അമ്മ? എടാ, നീ അനുഭവിക്കുന്ന നിന്റെ കയ്യിലിരിപ്പുണ്ടാ. എന്നെ എന്തിനാണ് ഇതിൻ്റെ അകത്തോട്ടൊക്കെ വലിച്ചെടുക്കുന്നേ? അമ്മമാരെ പിന്നെ അങ്ങനെയല്ലേ? പിന്നെ അപ്പുറത്തെ വീട്ടുകാർ നല്ല വീട്ടുകാരല്ലേ? എന്തിനാണെന്നോടും ചോദിക്കാല്ലേ പാത്രങ്ങളൊക്കെ എടുത്ത് തന്നെ. ഇതെങ്ങനെ അമ്മ? ഓ, ഇവിടെ വന്ന ഞാൻ അപ്പളെ പറഞ്ഞില്ലേ ഇവരിവിടെയും വരും നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇതെന്തൊക്കെ? ഇത് മുളക് ചിക്കൻ പാത്രം. എന്റെ അടുത്ത് കൂടുതൽ കള്ളം പറയല്ലേ. അച്ഛമ്മ പറഞ്ഞു നിങ്ങൾക്ക് ചിക്കൻ മപ്പാസ് ഇഷ്ടപ്പെട്ടില്ല, എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാന്നുള്ളതാണോ? അപ്പൊ എല്ലാം അറിഞ്ഞടാ. അറിഞ്ഞ സ്ഥിതിക്ക് സത്യം അങ്ങോട്ട് പറഞ്ഞേര്. എന്താണ് സത്യം അമ്മ? എന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ബാദുഷ സാറിനെ വിളിച്ചിട്ട് വരണ്ടാന്ന് പറ. അപ്പൊ ഈ പ്രശ്നം എല്ലാം തീർന്നില്ലേ? നിങ്ങൾ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് അത് പറ. കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ വേറെ മപ്പാസ് ഉണ്ടാക്കിയിട്ട് നിന്റെ മപ്പാസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അച്ഛമ്മ പറഞ്ഞത് ഉള്ളതാണ്. പിന്നല്ലാതെ. ചേട്ടത്തി വിഷമിക്കേണ്ട ഇടത്തി ചിക്കൻ മപ്പാസ് വായി വെക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പോഴല്ലാതെ നിന്റെ വായെടുത്ത് നീ പറഞ്ഞത് നാക്കിന് തുമ്പത്ത് ടേസ്റ്റ് പോയിട്ടില്ലെന്നാ. അത് ടേസ്റ്റ് നിൽക്കുന്നത് പറഞ്ഞുള്ളതാ. പക്ഷെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്നാള് ഞാൻ തന്നു വിട്ടത് ബാദുഷയ്ക്ക് കൊടുത്തു, ബാദുഷയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അതും കള്ളമാണോ? അത് ചേട്ടൻ തെരുവായി കൊടുത്തിട്ട് ഇവിടെ വന്ന് കല്ല് വെച്ച് നോണ പറഞ്ഞതാ. പറയാൻ പാടില്ല. വായിന്ന് അറിയാതെ വീണ് പോയതാ. നിങ്ങൾ രണ്ടുപേരും അടിയിടാതെ ബാദുഷ സാറിനെ വിളിച്ച് പറ. ഞാൻ കാണിച്ചു സാറ്. എടാ, നീ പോയി അവളോട് മാപ്പ് പറ. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരെ എടുത്തോണ്ട് അവിടെ വീട്ടിലോട്ട് കൊടുക്കും. അച്ഛമ്മ ഉള്ളതല്ല ഉള്ളതുമല്ല അവളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തേക്കാണ്. അച്ഛമ്മയുടെ കാര്യം അറിയരുതോ? കാണിച്ചാൽ നോക്കിയോ? ചേട്ടാ ഞങ്ങൾ ഞാൻ വരുന്നു. അപ്പൊ നീ വീട്ടിൽ പോണില്ലേ? ഓ, അപ്പൊ ഞാൻ പോണം. പൊക്കോളാം. അത് അങ്ങനെയല്ല, അമ്മ പറഞ്ഞ് നീ വീട്ടിൽ പോകാൻ വേണ്ടി പോണെന്ന്. അതിനെന്താ, ഞാൻ പൊക്കോളാം. അതിനുവേണ്ടി ഇപ്പൊ എന്തോന്നുണ്ടായി? നീ പോണ്ട. അയ്യോ, ഒന്നും ഉണ്ടായില്ലേ? എന്തോന്ന്? ഞാൻ ഇത്ര നാൾ ഇവിടെ കിടന്ന് കോമാളി കളിക്കല്ലായിരുന്നോ? കോമാളി വിഷയം അല്ലാതെ പിന്നെ എല്ലാരും കൂടെ എന്റെ മുമ്പിലിരുന്ന് കൊള്ളാന്ന് പറഞ്ഞ് അഭിനയിച്ചിട്ട് മാറിയിരുന്ന് കളിയാക്കി ചിരിക്കായിരുന്നു അല്ലേ? എടേ, നമ്മളാരും മാറിയൊന്നും ചിരിച്ചൊന്നുമില്ല. പറഞ്ഞു ഉള്ളതായിട്ടതി അതും കൂട്ടി കഴിച്ചാൽ പിന്നെ ചിരിക്കാൻ പറ്റൂല. എന്ത് പോടാ സുമേ, നാത്തു വിഷമാവില്ലേ? നാത്തു പോവാണോ? നാത്തു നിനക്ക് ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന കണ്ടിട്ട് എന്താ തോന്നുന്നേ? പോവാന്ന്. സത്യം പറഞ്ഞ നിന്റെ സങ്കടം ഇപ്പൊ എന്തോന്നാണ്? കണ്ണന്റെ അല്ല, എന്താണ് പ്രശ്നം? എന്താണ്?
മുത്തശ്ശിയെ കൊണ്ട് സത്യം പറയിപ്പിച്ചാണ് ബാദുഷയ്ക്ക് പുതിയ നല്ല മപ്പാസ് ഉണ്ടാക്കി കൊടുക്കാന്ന് ഏറ്റതാണ്, അതിന് വേണ്ടി ശ്രമിച്ചാണ്. അത് തെരുവ് കുട്ടികൾക്ക് നിന്റെ മപ്പാസ് എടുത്ത് കൊടുത്താണ്. എന്താണ് നിന്റെ പ്രോബ്ലം? എന്താണ് പറ, അത് പറ. കണ്ട ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഒരെണ്ണം സെലക്ട് ചെയ്യുന്നാത്തു. അച്ഛമ്മ പറഞ്ഞു വിട്ടത് നിങ്ങൾ തന്നെയായിരുന്നു അല്ലേ? അച്ഛമ്മ പറഞ്ഞു വിട്ടത് അപ്പൊ നിങ്ങളായിരുന്നല്ലേ? നീ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിനക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. ആ ബാദുഷ ആണെങ്കിൽ എല്ലാം വെട്ടി തുറന്ന് പറയണ ഒരുത്തനാണ്. അവൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നിനക്ക് വിഷമാവൂലേ? ആവൂലേ? അപ്പൊ തെരുവെട്ടി കൊടുത്തോ? മിണ്ടാതിരിക്കടാ അങ്ങോട്ടേക്ക്. നീ കൂടുതൽ പുണ്യാളത്തൊന്നും ആവല്ലേ. ചേട്ടത്തി മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി ബാസിന് മുമ്പിൽ നാറാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചാളല്ലേ നീ? അങ്ങനെയൊന്നും ഇല്ല നാത്തു. എടാ എന്തോന്ന് പറഞ്ഞത്? എന്റെ ചേട്ടാ ഇവള് ഓഫീസിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ബാധിച്ച ചേട്ടനടുത്ത് പറയാനുള്ള ഗ്യാപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ കലഹം ഉണ്ടാക്കാനായിരുന്നു ഇവളുടെ പ്ലാൻ. കലഹം ഉണ്ടാക്കുന്ന സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ചേട്ടാ. ആദ്യത്തെ ഓപ്ഷൻ നാത്തു എന്തായാലും മപ്പാസ് ഉണ്ടാക്കി കുളവാക്കുമല്ലോ. അപ്പൊ ചേട്ടൻ എങ്ങനെയെങ്കിലും ബാദുഷ സാറിനോട് വരാതിരിക്കാൻ പറയും എന്നുള്ളതായിരുന്നു. നാത്തു ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അറിയാണ്ട് ചെയ്തു പോയത്. മതി മതി, എല്ലാരെയും നല്ലോണം മനസ്സിലായി. ആ മിടുക്കൻ. ഞാൻ പൊക്കോളാം. ഞാൻ പൊക്കോളാം. മാറ നാത്തു പോലെ നാത്തു മാറിക്കടി കണ്ണിച്ചോറില്ലാത്തോളെ. നിന്നോടുള്ള വിശ്വാസത്തിലല്ലാടാ ഞാൻ പറഞ്ഞത്. കൊരങ്ങ എന്താ വിശ്വാസം? എന്താ വിശ്വാസം? എന്റെ കഴുത്ത് കഴിക്കുന്നുണ്ടോ? നീ കാണിച്ച മണ്ടത്തരത്തിൽ ഞാൻ ചെയ്യാൻ പറ്റും? ഓഫീസിൽ കിടന്ന് ഉറങ്ങാൻ. ഞാൻ ഓഫീസിൽ കിടന്ന് ഉറങ്ങിയത് നിന്നോട് പറഞ്ഞു. ഓഫീസിൽ കിടന്ന് ഉറങ്ങാൻ. ഓഫീസിൽ കിടന്ന് ഉറങ്ങാൻ. എന്ത് പോയില്ലേ? എൻ്റെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലായിരുന്നു. കേറി വളരെ